എല്ലാവർക്കും നമസ്കാരം. നല്ലൊരു ഞായറാഴ്ചയാണ്. മോശപ്പെട്ടതും നല്ലതുമായിട്ടുള്ള ഒരുപാട് വാർത്തകളുണ്ട്. എല്ലാവരും ഇപ്പോൾ വാർത്തയൊക്കെ വായിച്ചു കാണും, പേപ്പറൊക്കെ. അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ നോക്കാം. ഈയിടെയായിട്ട് ഒരുപാട് വാർത്തകൾ, അതല്ലേ, നമ്മുടെ അഹമ്മദാബാദ് പ്ലെയിൻ ക്രാഷിനെ പറ്റി തന്നെ ഓരോ ദിവസം ഓരോ അപ്ഡേറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു വിഭജിക എന്ന് പറഞ്ഞൊരു ചേച്ചിയും അവിടെ ഒരു കുട്ടിയുടെയും ഒരു മരണം, ആത്മഹത്യ. അപ്പൊ അങ്ങനെ ഒരുപാട് വാർത്തകൾ പേപ്പറിലുണ്ട്. നമുക്കൊന്ന് ഓരോന്നായിട്ട് പരിശോധിച്ച് നോക്കാം. ആദ്യം തന്നെ നമുക്ക് അഹമ്മദാബാദ് വിമാനാപകടത്തെ പറ്റി ഒരു AIB പുറത്തുവിട്ട റിപ്പോർട്ടാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയായിരിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട വിമാനാപകടത്തിന്റെ കാരണം എന്താണെന്ന് ഇവർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് അഹമ്മദാബാദ് വിമാനാപകടം സംബന്ധിച്ച് AIB പുറത്തുവിട്ട ഒരു റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. നമ്മൾ പ്രതീക്ഷിച്ചത് ഈ റിപ്പോർട്ട് വരുമ്പോൾ ഇതിനെപ്പറ്റി ഒരു കൃത്യമായ വ്യക്തത ലഭിക്കുമെന്നാണ്. പക്ഷേ സംഭവിച്ചത് മറിച്ചാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നോക്കുമ്പോൾ കൂടുതൽ ഊഹാമോഹങ്ങളിലേക്കാണ് നമ്മൾ ഇത് ഏകദേശം ഇപ്പൊ അവരുടെ ഒരു പൈലറ്റ്മാരുടെ തലയിൽ വെച്ച് കെട്ടി, അല്ലെ, എയർ ഇന്ത്യക്ക് ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും വലിയ പ്രശ്നമില്ല, അവരുടെ ഭാഗത്തൊന്നും ഒരു വീഴ്ച സംഭവിച്ചിട്ടില്ല, ആ ഒരു രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്, അല്ലെ. പൈലറ്റ്മാരെ പറയുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും. അവരുടെ ഒരു പ്രവർത്തനവും കാര്യങ്ങളും പഠിപ്പിക്കുന്ന കാര്യങ്ങളും ഇൻസ്റ്റിറ്റ്യൂഷനെയും ഒക്കെ നമുക്ക് പറയാൻ പറ്റും. അതായത് ഇനി വരുന്ന കാര്യങ്ങളിൽ ഒരുപാട് മുൻകരുതലുകൾ എടുക്കണം, ആ രീതിയിലേക്കാണ് കാര്യം പോകുന്നത്. ഇതിൽ പ്രധാനമായിട്ട് പറയുന്നത് ടേക്ക് ഓഫ് നടന്നതിന് ഏതാനും സെക്കൻഡുകൾക്ക് ശേഷം ഈ ഫ്യൂവൽ സ്വിച്ച് ഓഫ് ആയതാണ് പ്രധാന അപകട കാരണം എന്നതാണ്. എന്നാൽ ഇങ്ങനെ ഒരു വിമാനം ടേക്ക് ഓഫ് ചെയ്ത ശേഷം ഈ ഫ്യൂവൽ സ്വിച്ച് അങ്ങനെ പൈലറ്റ്മാർ ഓഫാക്കാറില്ല. എന്നാൽ അങ്ങനെ ചെയ്തതിന്റെ പ്രധാന കാരണം പുറത്തു വന്നിട്ടില്ല. അപ്പൊ മുഴുവനായിട്ടും പറയാനാണെങ്കിൽ പൈലറ്റുമാരുടെയാണ് വീഴ്ച. അതായത് എയർ ഇന്ത്യ ഫ്ലൈറ്റിനോ അല്ലെങ്കിൽ അതുമായി സംബന്ധിക്കുന്ന യാതൊരു തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളോ ഒന്നല്ല ഇപ്പൊ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ട് എത്രത്തോളം നമുക്ക് വിശ്വസിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇത് വെറും ഒരു വഴിചാരൽ മാത്രമാണോ, ഇതൊന്നും നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ പൈലറ്റുമാരുടെ ഈ രണ്ട് കാര്യങ്ങളും മാത്രം ഉന്നയിച്ചിട്ട് ഈ വിഷയത്തിൽ ഒരു തീർപ്പും കൽപ്പിക്കാൻ പറ്റില്ല. ഇതിനുശേഷം ഒരുപാട് റിപ്പോർട്ട് വരണം, ഇതിനുശേഷം ഒരുപാട് നടപടികൾ വരണം. അപ്പോൾ ഒരിക്കലും എയർ ഇന്ത്യ എന്ന് പറയുന്ന ഒരു കാര്യത്തെ, കമ്പനിയെ മാത്രം നമുക്ക് അവരൊന്നും ചെയ്തിട്ടില്ല, അവരുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല, ആ രീതിയിൽ കാണാൻ പറ്റില്ല, അല്ലെ. തീർച്ചയായും ഇപ്പോൾ ഇതിൽ പറയുന്നത് പൈലറ്റുമാരുടെ തലയിൽ എല്ലാം അധികാരികൾ കൊണ്ട് വെച്ചു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ അങ്ങനെയാണെങ്കിൽ പോലും പൈലറ്റുമാരുടെ തലയിൽ വെക്കുവാണെങ്കിൽ പോലും ഒരിക്കലും നമ്മൾ വളരെ സുരക്ഷിതമായി അല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു ഘടകമാണ് ഈ പൈലറ്റുമാരുടെ ആ ഒരു ജോലി എന്ന് പറയുന്നത്. എല്ലാ ജോലിക്കും അതിൻ്റെതായ ഒരു പ്രാധാന്യമുണ്ട്, സീരിയസ്നെസ് ഉണ്ട്. എന്നാലും നമ്മൾ ഈ ഒരു തലത്തിലേക്ക് വരുമ്പം 200 സംതിങ് ആൾക്കാരുടെ ജീവനാണ് ഇതിൽ നഷ്ടപ്പെട്ടത്. ഒരേ ഒരാളാണ് അതിൽ രക്ഷപ്പെട്ടത്. അപ്പോൾ അത് ആലോചിക്കുമ്പോൾ എത്ര വലിയ അപകടമാണ്, എത്ര വലിയൊരു ദുരന്തമാണ് ഇന്ത്യ ആ സമയത്ത് അഭിമുഖീകരിച്ചത്, അല്ലെ. അതിന് കാരണമായിട്ടുള്ള എന്ത് കാരണമാണെങ്കിലും ശരി, അതിനെതിരെ നല്ലൊരു റിപ്പോർട്ട് അല്ലെങ്കിൽ അതിനെതിരെ നല്ലൊരു അന്വേഷണം തന്നെ വരണം. സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുമ്പോൾ ഒരു വർഷത്തെ സാവകാശത്തിനുള്ളിലാണ് ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. ഇത് 1 മാസം ആകുന്നതിനുള്ളിൽ തന്നെ ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്നത് ഭയങ്കര ഒരു ദുരൂഹത വ്യക്തമാക്കുന്ന ഒന്നാണ്. ഇതിൽ മെയിനായിട്ടും അപകട കാരണമായിട്ട് പറയുന്നത് ഇതിലെ ഒരു പൈലറ്റ് ഇതിന്റെ ഫ്യൂവൽ സ്വിച്ച് ഓഫ് ആക്കി എന്നതാണ്. എന്നാൽ ഇതെങ്ങനെ സംഭവിച്ചെന്നതിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. സാധാരണ ഒരു വിമാനം എന്നത് അത്ര തന്ത്രപ്രദമായ അങ്ങനെ ഒരു വളരെ പ്രതിസന്ധി ഘട്ടത്തിൽ മാത്രം യൂസ് ചെയ്യുന്ന സ്വിച്ചുകളാണത്. അപ്പൊ അതിലൊരു പൈലറ്റ് ഓഫ് ചെയ്യട്ടെ അല്ലെങ്കിൽ ഓൺ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് അടുത്ത് നിൽക്കുന്ന തന്നെ മറ്റൊരു പൈലറ്റ് ചോദിക്കുന്നുണ്ട് എന്തിനാണ് അത് ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട്. റെക്കോർഡ് ആയിട്ടുണ്ട്. പക്ഷെ അത് ആരാണ് ഓഫ് ചെയ്തത് അല്ലെങ്കിൽ ആരാണ് അത് ചോദിച്ചതെന്നുള്ളതിന് കൃത്യമായ ഒരു വ്യക്തത വന്നിട്ടില്ല എന്ന് വേണം പറയാൻ. കൂടാതെ ഈ ഫ്യൂൽ സ്വിച്ച് ഓഫ് ചെയ്യുക എന്ന സംഭവം ഇത് അങ്ങനെ ഓഫ് ചെയ്യാറില്ല. അങ്ങനെ ടേക്ക് ഓഫ് ചെയ്തതിനു ശേഷം ഇത് ഓഫ് ചെയ്താൽ ഇതിലേക്ക് എഞ്ചിനിലേക്കുള്ള ഫ്യൂവല് തടസ്സപ്പെടുകയും വിമാന അപകടത്തിന് കാരണമാവുകയും ചെയ്യും. ഇത് ഫ്യൂവൽ സ്വിച്ച് ഓഫ് അങ്ങനെ ഇതിൽ പറയുന്നത് ഫ്യൂവൽ സ്വിച്ച് കൈതട്ടി ഓഫ് ആകാനുള്ള സാധ്യത ഉണ്ടെന്നാണ്. എന്നാൽ ഈ ഫ്യൂവൽ സ്വിച്ച് എന്നത് കൈ തട്ടിയാൽ ഓൺ ആകുന്ന ഒരു ഇതല്ല. വിമാനം എന്നത് ഈ സാധാരണ വാഹനങ്ങളിലെ പോലെ ചെറിയ സ്വിച്ചുകളൊന്നുമല്ല. അതിന് കൃത്യമായ ക്രമീകരണങ്ങളും അതിനുശേഷം 2 പൈലറ്റുമാരും തീരുമാനിച്ചതിനു ശേഷം മാത്രമാണ് ഇങ്ങനൊരു നീക്കങ്ങളിലേക്ക് കടക്കുക. ഇനി അങ്ങനെ പൈലറ്റുമാരുടെ അശ്രദ്ധ കുറവുകൊണ്ടാണ് ഇങ്ങനൊരു വലിയ അപകടം ഉണ്ടായതെങ്കിൽ അതിന് കൃത്യമായ ഒരു ബോധത്തോടു കൂടി ഇനി വരുന്ന ആൾക്കാരെ പരിശീലിപ്പിക്കേണ്ടതുണ്ട്. അതിന് ഒരുപാട് സജ്ജീകരണങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഇത് വളരെ സീരിയസ് ആയിട്ട് തന്നെ കാണേണ്ട ഒരു ഇതിനേക്കാളും വലിയൊരു ഇഷ്യൂ ആയി മാറും അത്, അല്ലെ. എന്തായാലും ആ അപകടത്തിന്റെ ഒരു പോക്ക് നമുക്കൊന്ന് നോക്കാം. അതായത് ഉച്ചയ്ക്ക് 1 മണിക്ക് വിമാനത്താവളത്തിൽ നിന്നും ഈ വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നു. അതായത് കോ പൈലറ്റ് ക്ലൈവ് കുന്ദർ ആണ് പൈലറ്റ് ഫ്ലൈയിങ്. ക്യാപ്റ്റൻ സുമിത് സബർവാൾ മേൽനോട്ട ചുമതലയുള്ള പൈലറ്റ് മോണിറ്ററിംഗ് ആണ് നടന്നത്. 1:25-ന് റൺവേ 23-ലേക്ക് വിമാനം നീങ്ങി തുടങ്ങുന്നു. ടേക്ക് ഓഫ് ചെയ്യാൻ അനുമതിയും ലഭിക്കുന്നുണ്ട്. ശേഷം പറന്നുയരുന്നതിനായി അതിവേഗം റൺവേയിലൂടെ നീങ്ങുന്നു. പിന്നീട് സംഭവിച്ചത് വിമാനം 180 നോട്ട്സ് വരെ വേഗം കൈവരിക്കുന്നു. ഇത് തൃപ്തികരമായതുകൊണ്ട് തന്നെ ശേഷം 2 എഞ്ചിനുകളിലേക്കും ഇന്ധനം എത്തുന്നത് നിയന്ത്രിക്കുന്ന 2 ഫ്യൂൽ കൺട്രോൾ സ്വിച്ചുകളും
വെറും 1-2 സെക്കൻഡ് ഇടവേള ടേക്ക് ഓഫ് ചെയ്തതിന് ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം ഓഫ് ആവുകയാണ് ഉണ്ടായത്. അപ്പൊ ആ ഓഫ് ആയതിന് പിന്നിൽ കാരണങ്ങൾ ഇതൊക്കെയാണെന്നാണ് റിപ്പോർട്ടിൽ ഇപ്പൊ സൂചിപ്പിക്കുന്നത്. ഇനി അത് എത്രത്തോളം ശരിയാണ് അല്ലെങ്കിൽ എത്രത്തോളം അതിൽ യാഥാർത്ഥ്യം ഉണ്ടെന്നുള്ള കാര്യം ഇനി വരുന്ന റിപ്പോർട്ടുകളിലോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് അന്വേഷണങ്ങളിലോ ആയിരിക്കും പുറത്തു വരുന്നത്. ഇപ്പോൾ നമുക്ക് എയർ ഇന്ത്യ എക്സ്പ്രസിന് മാത്രം നമുക്കൊന്നും പറയാനും പറ്റില്ല, കാരണം റിപ്പോർട്ടിൽ അതിനെപ്പറ്റി വ്യക്തമായി സൂചിപ്പിക്കുന്നില്ല. എന്നാൽ പോലും നമുക്ക് പൈലറ്റുമാരുടെ തലയിൽ വെച്ച് ഇതങ്ങ് ഒഴിയാനും പറ്റില്ല, കാരണം അതാണോ സത്യം എന്നുള്ളത് തെളിഞ്ഞിട്ടുമില്ല. പക്ഷെ ഇങ്ങനെയുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുമ്പോൾ ഒരുപാട് കാരണങ്ങളും കാര്യങ്ങളും ഒക്കെ അതിൽ വരുന്നുണ്ട്. ഇങ്ങനെ ഫ്യൂൽ സ്വിച്ച് ഓഫ് ആയതിനു ശേഷം ഇത് തിരിച്ചറിഞ്ഞ കോ-പൈലറ്റ് മറ്റ് ആരാണ് ഓഫാക്കിയെന്ന് വ്യക്തമല്ല, എന്നാലും രണ്ടുപേരുടെ സംഭാഷണം കോക്പിറ്റ് റെക്കോർഡിൽ വ്യക്തമാണ്. അപ്പോൾ ഒരു പൈലറ്റ് ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇത് ഓഫ് ചെയ്തത്, മറ്റേ പൈലറ്റ് പറയുന്നുണ്ട് ഞാനല്ല ഓഫ് ചെയ്തതെന്ന്. എന്നാൽ ഇത് ആരോടാണ് പറഞ്ഞതെന്ന് വ്യക്തമാക്കാത്ത ഒരു റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. സാധാരണഗതിയിൽ ഒരു കോക്പിറ്റ് റെക്കോർഡ് ഈ അധികൃതർക്ക് കേട്ടാൽ ആരാണ് പറഞ്ഞതെന്ന് റിപ്പോർട്ടിൽ കാണേണ്ടത്, പക്ഷെ അത് പുറത്തുവിട്ടില്ല എന്നത് അതീവ ശ്രദ്ധകരമായ ഒരു കാര്യമാണ്. അപ്പോ ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് റിപ്പോർട്ടുകളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് അന്വേഷണങ്ങളോ വന്നു കഴിഞ്ഞാൽ ഇതിലൊരു വ്യക്തത ഉണ്ടാവുള്ളൂ. ഇപ്പൊ വന്ന ഈ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമുക്കൊന്നും വിലയിരുത്താനൊന്നും പറ്റില്ല. എന്തായാലും ഈ ഒരു ദുരന്തം എന്ന് പറയുന്നത് രാജ്യത്തൊട്ടാകെ വളരെ നല്ല രീതിയിൽ ബാധിച്ച ഒന്ന് തന്നെയായിരുന്നു. അപ്രതീക്ഷിതമായി അല്ലെങ്കിൽ വളരെ ഒരു എന്താ പറയാ നമുക്കൊക്കെ ആശ്വാസം എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല, പക്ഷെ അദ്ദേഹത്തെ ചിന്തിക്കുമ്പോൾ ഒരു ആശ്വാസം തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഫാമിലിക്കും രാജ്യത്തുടനീളം ഒരു എന്താ പറയാ ഒരു സന്തോഷവും ഒരു ആശ്വാസവും ഉണ്ട്. അങ്ങനെ ഒരു വ്യക്തി മാത്രം രക്ഷപ്പെട്ടു എന്നുള്ളത്. ഈ ഫ്യൂൽ സ്വിച്ച് ഓഫ് ആയതിനു ശേഷം കോ-പൈലറ്റ് വീണ്ടും ഇത് ശ്രദ്ധയിൽപ്പെട്ടിട്ട് ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ധനം ലഭിക്കാതെ തകരാറിലാവാതിരിക്കാൻ സ്വിച്ച് ഓൺ ആക്കിയതിനു ശേഷം അതായത് നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ 1ാം എഞ്ചിനിലേക്ക് ഇന്ധനം നൽകുന്നതിനായി വീണ്ടും ഫ്യൂൽ കൺട്രോൾ സ്വിച്ച് ഓൺ ആക്കുന്നു. 2 സെക്കൻഡിനുള്ളിൽ വിമാനത്തിലേക്ക് അടിയന്തര പവർ നൽകുന്നതിന് ഉള്ള ഓക്സിലറി പവർ യൂണിറ്റും ഓൺ ആയി. ശേഷം ആദ്യ എഞ്ചിൻ സ്വിച്ച് ഓൺ ആയി. 4 സെക്കൻഡിന് ശേഷം 2ാം എഞ്ചിന്റെ ഫ്യൂൽ സ്വിച്ചും ഓൺ ആയി. ഓക്കെ ആയി. ബട്ട് എന്നാലും ഇതിലൊരു ഭയങ്കര ഒരു അപകട ഭീഷണിയാണ് ഉയർത്തിയതും ഭയങ്കര ദുരന്തമാണ് സംഭവിച്ചതും. അതെ, എന്ത് തന്നെയായാലും നമുക്കിപ്പോ ഈ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ വിലയിരുത്തുന്നത് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു കാര്യങ്ങൾ വരാത്തതുകൊണ്ട് പറയാൻ പറ്റില്ല. പ്രധാന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് 2 ഫ്യൂൽ കൺട്രോൾ സ്വിച്ചുകളും ഒന്നിനു പുറകെ ഒന്നായി ഓൺ ആവുകയും ഓഫ് ആവുകയും ചെയ്ത് എന്തിനാണെന്നാണ്. അതിനൊരു കൃത്യമായ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. രണ്ടാമത്തേത്, എഞ്ചിൻ റീസ്റ്റാർട്ട് ചെയ്യാനാണ് പൈലറ്റുമാർ ഇവ ഓണും ഓഫും ചെയ്തതെങ്കിൽ എന്തായിരുന്നു അതിനുള്ള സാഹചര്യമാണ്. അതായത് ഫ്യൂൽ സ്വിച്ച് എഞ്ചിൻ നമ്മൾ ഓഫ് ആക്കണമെങ്കിൽ അതിന് മുന്നിൽ എന്തെങ്കിലും തകരാറിന് കാരണം ആയത് എന്തെങ്കിലും സംഭവിക്കണം. അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നതും ഉണ്ടോ എന്നതും വ്യക്തമല്ല. ആരുടെയും തലയിൽ വെച്ച് നമുക്കിപ്പോ ഇതാണ് കാരണം എന്നുള്ളത് യഥാർത്ഥത്തിൽ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഇനിയുള്ള വിശദമായ റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരുന്നതായിരിക്കും. അടുത്ത വാർത്തകളിലേക്ക് നമുക്ക് കടക്കാം. പിന്നെ പുറത്തു വരുന്നത് ആലപ്പുഴയിലെ സ്കൂളിൽ അധ്യാപകരുടെ കാല് കഴുകി പാദപൂജ നടത്തിയെന്നാണ്. ഇത് RSSന്റെ നേതൃത്വത്തിലുള്ള സ്കൂളാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അതായത് ആലപ്പുഴ ജില്ലയിലെ നൂറനാട് ഇടപ്പോണിലെ സ്കൂളിൽ BJP ജില്ലാ സെക്രട്ടറിയുടെയും കാൽ കഴിച്ചു. ഇതിൽ എടുത്തു പറയേണ്ടത് 101 അധ്യാപകരുടെ കാലാണ് വിദ്യാർത്ഥികളെ കൊണ്ട് കഴിപ്പിച്ചത്. അധികൃതർ പറയുന്നത് ഇത് അധ്യാപകരെ ബഹുമാനിക്കുന്നതിനായുള്ള ഭാഗമായിട്ടാണ്. നമ്മളൊക്കെ പഠിച്ച കാലത്ത് അധ്യാപകരെ നമ്മൾ ബഹുമാനിച്ചുകൊണ്ടിരുന്നത് അവർ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും അവർക്ക് അഭിമാനകരമാവുന്ന രീതിയിൽ ജീവിക്കുകയുമാണ് നമ്മൾ ചെയ്ത് അവർക്ക് ഒരു തീർച്ചയായിട്ടും നമ്മളിപ്പോ കാല് കഴുകിയതുകൊണ്ട് ബഹുമാനം അങ്ങനെ ഒരു സമൂഹത്തെ വാർത്തെടുക്കണം അങ്ങനെ ഒരു കാര്യങ്ങളൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളിപ്പോ നമ്മുടെ സ്വന്തം അച്ഛൻ്റെയോ അമ്മയുടെയോ കാല് കഴുകുക അല്ലെങ്കിൽ അതൊരു ആവശ്യത്തിനല്ലേ നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന പിള്ളേരാണ് ഇപ്പൊ കൂടുതലുള്ളത്. ആ ഒരു സമയത്ത് വളർന്നു വരുന്ന ഒരു തലമുറക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സന്ദേശമായിട്ട് ഇതിന് കാണാൻ പറ്റുമെന്ന് പോലും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു സമൂഹത്തെയാണോ എന്തിന്റെ ഒരു അടിച്ചമർത്തലോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സമൂഹമാണ് കെട്ടിപ്പടുക്കുന്നത്? ഇങ്ങനെ ഒരു സമൂഹം കെട്ടിപ്പടുത്തിയിട്ട് എന്തിനാണ്? അതായത് ഗുരുക്കന്മാരെ ബഹുമാനിക്കേണ്ടെന്നല്ല, മാതാപിതാ ഗുരു തന്നെയാണ്. പക്ഷെ അതിനൊരു ബഹുമാനം കൊടുക്കുന്ന രീതി നമ്മൾ വാങ്ങിക്കുന്ന പോലെയാണ് ഈ ബഹുമാനം, അല്ലെ? നമ്മുടെ സ്വന്തം കാല് നമ്മൾ കഴുകിക്കൊണ്ട് നമ്മൾ ആ ബഹുമാനം അങ്ങനെ വാങ്ങിക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ അധ്യാപകരെ ഇവര് വാദിക്കുന്ന ഒരു കാര്യം ശ്രദ്ധേയമാണ്. അതായത് ഇത് ഭാരത സംസ്കാരമാണെന്നാണ്. ഭാരത സംസ്കാരം എന്താണെന്ന് RSSകാര് അത് നമ്മൾ പരിഗണിക്കേണ്ട കാര്യമല്ല. എന്തായാലും ഭാരത സംസ്കാരം എന്താണെന്ന് വിദ്യാഭ്യാസ മേഖലയിലെ എല്ലാവർക്കും, വിദ്യാഭ്യാസം ലഭിക്കുന്ന കുട്ടികൾക്കും വ്യക്തമായി മനസ്സിലാക്കാനുള്ള ബോധമുണ്ട്.
കൂടാതെ തീർച്ചയായിട്ടും നമ്മൾ ഈ സംസ്കാരം എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ, അതായത് കാല് കഴുകി അങ്ങനെ ഒരു സംസ്കാരം നമ്മളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട്. ഒരുപാട് അധിക്ഷേപങ്ങളും എല്ലാം നമ്മളെ സംസ്കാരത്തിന്റെ ഭാഗങ്ങളിൽ വരുന്ന ഒരുപാട് കാര്യങ്ങൾ തലമുറകളായിട്ട് വരുമ്പോൾ നമ്മൾ അത് നിഷേധിക്കും. ചില കാര്യങ്ങൾ അതൊക്കെ ആവശ്യമുണ്ടോ? കാരണം ചിന്തകളിലേക്ക് നമ്മളെ ചിന്ത പുരോഗമിക്കുന്നതിനനുസരിച്ചിട്ട് സംസ്കാരത്തിലോ അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ വ്യത്യാസം വരാം. അപ്പൊ ഇതുപോലുള്ള ഒരു തലമുറയെ നമ്മളിങ്ങനെ കൊണ്ടുവന്നിട്ട് കാര്യമുണ്ടോ? കാരണം ഇപ്പോഴുള്ള ഒരു ജനറേഷൻ എന്ന് പറയുന്നത് ഇതിനോടൊന്നും അത്ര യോജിപ്പില്ലാത്ത രീതിയിലാണ് പലരും വരിക അല്ലെ. അതുകൊണ്ട് അഭിപ്രായങ്ങളും പലത് തന്നെ ആയിരിക്കും. അപ്പൊ അധ്യാപകരെ ബഹുമാനിക്കണമെങ്കിലും അങ്ങനെ ഒരു നിലയിലേക്ക് വളരണമെങ്കിൽ നമ്മൾ കുട്ടികൾ സ്വന്തം കാലിൽ നിന്ന് അധ്യാപകർക്ക് അഭിമാനകരമാവുന്ന രീതിയിൽ ജീവിച്ചു കാണിക്കുക എന്നതാണ് നമുക്ക് അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. അല്ലാതെ അവരുടെ പാദങ്ങൾ കഴുകുകയല്ല, അതിനല്ല നമ്മൾ നമ്മുടെയൊക്കെ മാതാപിതാക്കൾ സ്കൂളുകളിലേക്ക് വിടുന്നതും. നമ്മൾ അങ്ങനെ ബഹുമാനിക്കേണ്ട കാര്യം മാത്രമല്ല, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അല്ലാതെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനുണ്ടാവും. കാരണം എത്രയോ ചെറിയ കുട്ടികളാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതും ഒരുപാട് പാഠങ്ങൾ മറ്റു പറഞ്ഞു കൊടുക്കാനുണ്ട്. അതും ഒരു പ്രത്യേക മതത്തിന്റെ ആചാരങ്ങളെയാണ് ഇവിടെ പ്രാവർത്തികമാക്കിയിരിക്കുന്നത്. പാലും പനിനീരും കൊണ്ട് കാൽ കഴിച്ചു. ഇതൊക്കെ ഏത് ആചാരത്തിന്റെ ഭാഗമാണെന്ന് കാണുന്നവർക്ക് മനസ്സിലാവും. എന്തായാലും നമ്മള് മാതാപിതാക്കൾ കുട്ടികളെ പഠിക്കാൻ വിടുന്നത് നല്ലൊരു വിദ്യാഭ്യാസവും നല്ലൊരു പൊതുബോധവുമുള്ള കുട്ടികളെ വാർത്തെടുക്കാനാണ്. അല്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും അഭിപ്രായങ്ങൾക്കനുസരിച്ച് ആളുകളെ കളിപ്പാവകളാക്കാൻ അല്ല. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവര് ഒരു വളർന്നു വരുന്ന ഒരു തലമാണ് ഈ ഒരു ചെറിയൊരു സ്കൂൾ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് പഠിക്കുന്ന ഒരുപാട് പാഠങ്ങൾ, ആ പാഠങ്ങൾ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഉടനീളം നമുക്ക് ഓർമ്മിച്ചു വെക്കാനുള്ളതും, അല്ലെങ്കിൽ പുറത്തിറങ്ങി സ്കൂളിന്റെ ഒരു ഭാഗം കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമ്മൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് ഒരു പ്രോത്സാഹനമോ അല്ലെങ്കിൽ ആ രീതിയിലായിരിക്കും അധ്യാപകരും നമ്മളെ ഈ പറയുന്ന ഗുരുക്കന്മാരും എല്ലാവരും ഉണ്ടാവുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് നമ്മളെ സംസ്കാരത്തിന്റെ പേരിലോ എന്തിന്റെ പേരിലോ ആയിക്കോട്ടെ, സംസ്കാരം എന്ന് പറഞ്ഞാൽ ഇതാണ് സംസ്കാരം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമുണ്ടോ? കുട്ടികൾ കണ്ടുപിടിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ബഹുമാനം എന്ന് പറയുന്നത് നമ്മളെ സ്വഭാവത്തിൽ അല്ലെങ്കിൽ നമ്മളെ പെരുമാറ്റത്തിലും അങ്ങനെ ടീച്ചേഴ്സിനെ നമ്മൾ അങ്ങോട്ട് ബഹുമാനിക്കും അല്ലെ. ഇപ്പൊ ഒരുപാട് ഒരു BJP നേതാവോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരാൾ പറയുന്ന കാര്യമുണ്ട്. ഈ പറഞ്ഞതുപോലെ തന്നെ സംസ്കാരത്തിനെ നമ്മൾ ഉയർത്തിപ്പിടിക്കണം. ഈ ഒരു കേരളത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് വിദ്യാർത്ഥികൾ തല്ലും വഴക്കും ഒക്കെ ആയി അധ്യാപകരെ തന്നെ കയറി അടിക്കുന്ന ഒരു സ്ഥിതി വരെ ഉണ്ട് കേരളത്തിൽ. ഇപ്പം അതിനെയൊക്കെ മാറ്റാൻ ശ്രമിക്കണം. അതിനെതിരെ നന്നായിട്ട് പറയണം. അപ്പൊ അതേ സമയത്ത് ഒരു സംസ്കാരത്തിന്റെ പേരിൽ കുട്ടികളെ കൊണ്ട് കാല് കഴുകിപ്പിക്കാം. എങ്ങനെയാണ് പൊതുസമൂഹം ഇതിനെ കാണുന്നതെന്ന് ഒരു വലിയൊരു ചോദ്യമാണത്. കൂടാതെ നമ്മൾ അധ്യാപകരെ ബഹുമാനിക്കണമെങ്കിൽ അവരുടെ പ്രവൃത്തിയും അവർ നമുക്ക് തരുന്ന ഉപദേശങ്ങളും എല്ലാം നമുക്ക് സ്വീകരിക്കപ്പെടുന്നതായിരിക്കണം. ഒരു കൂട്ടം അധ്യാപകർ ഇതിനെതിരെ പ്രവർത്തിക്കുമ്പോൾ കുട്ടികൾ എങ്ങനെയാണ് അവരെ ബഹുമാനിക്കുക? അതും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഇതൊരു പ്രധാനപ്പെട്ട ന്യൂസ് തന്നെയാണ് അല്ലെ. അടുത്തത് റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ 4 ലക്ഷം പേർ ഇനിയും മസ്റ്റർ ചെയ്യാതെ റേഷൻ കാർഡ് ആനുകൂല്യങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. അതായത് മസ്റ്ററിംഗ് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തില് റേഷൻ അനുസരിച്ച് അർഹതപ്പെട്ടവർക്ക് തന്നെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു പ്രക്രിയയാണ്. അതിൽ ഇനിയും 4 ലക്ഷം പേര് മസ്റ്റർ ചെയ്യാനുണ്ടെന്നാണ് ഒരു വാർത്ത പുറത്തു വരുന്നത്. റിപ്പോർട്ട് ഒന്ന് നോക്കാം. സംസ്ഥാനത്തെ മഞ്ഞ പിങ്ക് കാർഡുകളിലുള്ള 1.43 കോടി ആളുകളാണ് മസ്റ്റർ ചെയ്യേണ്ടത്. എന്നാൽ ഇപ്പോൾ ഇനി ചെയ്യാനുള്ളത് 4 ലക്ഷം പേരാണ്. എന്തായാലും എത്രയും വേഗം ചെയ്യാനുള്ളവർ ചെയ്യണം. എങ്കിൽ മാത്രമേ അർഹതപ്പെട്ടവർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ. ഇല്ലേ അനർഹരായിട്ടുള്ളവരുടെ കൈകളിലേക്ക് അത് പോകും. അർഹതയില്ലാത്ത ഒരുപാട് പേരുടെ കയ്യിലായിരിക്കും ഈ ദരിദ്രരേക്ക് മുകളിലുള്ളവരും അതിന് താഴെയുള്ളവരും ഒക്കെ കൂടെ കലർന്ന് പിന്നെ കാർഡുകൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായിരിക്കും അല്ലെ. കുറച്ച് മുന്നേ വരെ നമുക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നു. കൃത്യമായിട്ടല്ല കാർഡുകൾ കിട്ടുന്ന ഒരു സംഭവം. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഉണ്ട്. കാരണം നല്ല സമ്പത്തുള്ളവർക്കും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള വിഭാഗത്തിൽ പെടുത്തുക എന്ന് പറയുന്നത് അർഹതപ്പെട്ട ദരിദ്രരെ തള്ളിപ്പറയുന്നതിന് തുല്യമാണ്. ഉറപ്പായിട്ടും ആ രീതിയിലൊക്കെയാണ് പോകുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള നടപടികൾ കൃത്യമായി ചെയ്താലെങ്കിൽ നമുക്കൊരു എന്താ പറയാ ഒരു കാര്യമായിട്ടുള്ള ഒരു ശരി നമുക്ക് നടക്കുന്നത് കൊണ്ടാണ് ദരിദ്രർ ഉണ്ടാവുന്നതും അർഹിക്കുന്നത് കിട്ടാത്തവർ സമരത്തിലേക്ക് ഇറങ്ങുന്നതും. തീർച്ചയായിട്ടും ഈ റേഷൻ കടയെ പറ്റി പറയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും പറയേണ്ട ഒരു കാര്യം, മണ്ണെണ്ണ വിതരണം നിന്നുപോയൊരു അവസ്ഥ അല്ലെ. ഇപ്പോ മണ്ണെണ്ണ വിതരണം ഇല്ല. അതെന്തുകൊണ്ട്, അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം? സാധാരണക്കാർ ഒരുപാട് പേര് മണ്ണെണ്ണ കിട്ടാതെയോ ഒക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. മറ്റൊരു സങ്കടകരമായ ഒരു വാർത്തയാണ് നമ്മൾ ഇന്നലെ കേട്ടത്. ഷാർജയിലെ വിപഞ്ചിക എന്നൊരു അമ്മ സ്വന്തം പിഞ്ചു കുഞ്ഞിനെയും കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്ത ഒരു വാർത്തയാണ് പുറത്തു വന്നത്. 2 ദിവസത്തോളമായിട്ട് ആ ഒരു വാർത്ത, അതായത് കഴിഞ്ഞ ദിവസം തൊട്ട്
ആ ഒരു വാർത്ത കേരളത്തിലുടനീളം എല്ലാ ജനങ്ങളുടെയും മനസാക്ഷിയെ തന്നെ വല്ലാതെ വേദനിപ്പിച്ചൊരു വാർത്തയാണ്. ഇതുപോലുള്ള ഒരുപാട് കേസ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് വിവാഹശേഷമുള്ള ഒരു ആത്മഹത്യ, അതിൽ ഒരു കുഞ്ഞും അല്ലെങ്കിൽ 1 2 നമ്മുടെ മക്കളും കൂടെ ഉൾപ്പെടുക എന്ന് പറയുന്നത് ഇതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ഭർത്തൃ വീട്ടിലെ പീഡനങ്ങളും സ്ത്രീധനത്തിന്റെ പേരിലുള്ള ഉപദ്രവങ്ങളുമാണ്. അതെ. ഇതിന്റെ കാരണം എന്താണെന്ന് പരിശോധിച്ചാൽ ഭർത്തൃ വീട്ടിൽ നിന്നും ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നത് ഭർത്താവിന്റെ പെങ്ങൾക്ക് സ്വീകരിക്കപ്പെടാവുന്ന അല്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സ്ത്രീധനത്തിന്റെ പേരിലും പണം നൽകാത്തതിന്റെ പേരിലും കല്യാണം ആഡംബരമാക്കി നടത്തിയില്ല എന്ന പേരിലുമൊക്കെയാണ് ഭർത്താവ് ഈ ഭാര്യയെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നത്. ഒരു സ്ത്രീധനത്തിന്റെ പേരിൽ ഇനി എന്ത് ചർച്ചാ വിഷയം നമ്മൾ ചെയ്യാനാണ് അല്ലെ? കൃത്യമായി പറഞ്ഞ എന്തിനാണ് ഈ സ്ത്രീധനം, എന്താ അതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇതുപോലുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഇതൊന്നും ഒരു കാര്യമായിട്ടുള്ള കാര്യമേ അല്ല. സ്ത്രീധനം എന്ന് പറയുന്ന ഒരു കാര്യത്തിന്റെ ആവശ്യമില്ല. അങ്ങനെ ഒരു വേർഡ് തന്നെ എന്തിനാണെന്ന് ചിന്തിക്കുന്നത്. ആ ഒരു സമയത്താണ് ഇതുപോലുള്ള ഒരു ആത്മഹത്യകൾ ഒരുപാട് കൂടി വരുന്നത്. അതെ, സ്ത്രീധനവും പണവുമാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങളൊരു ഭാര്യയല്ല വേണ്ടത്. സ്വന്തമായി പണിയെടുത്ത് അതൊക്കെ സ്വന്തമാക്കണം. അല്ലാതെ ഒരു സമ്പത്ത് ലഭിക്കുന്ന ഉപകരണമായി അങ്ങനെ ഒരു ലക്ഷ്യത്തോടെ ആണെങ്കിൽ എന്തിനാണ് വിവാഹം കഴിക്കുന്നത്? തീർച്ചയായിട്ടും. ഇപ്പോൾ ഇത് നോക്കുവാണെങ്കിൽ പോലും നമുക്ക് ഈ ഒരു വാർത്തയൊന്ന് വായിച്ചു നോക്കാം. കേരളപുരം സ്വദേശി മണിയന്റെയും ശൈലജയുടെയും മകൾ വിഭജിക മണിയൻ, ചേച്ചിക്ക് ഒരു 33 വയസ്സാണ്. പിന്നെ ആ ഒരു വ്യക്തിയുടെ 1.5 വയസ്സ് മാത്രം പ്രായമുള്ള വൈഭവി എന്ന കുട്ടിയാണ് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഷാർജ അൽ നഹദിയിലെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കിടപ്പുമുറിയിലെ ഊഞ്ഞാലിന്റെ കയറിൽ മകളെ കൊലപ്പെടുത്തി തൂക്കിയ ശേഷമാണ് വിഭജികയും തൂങ്ങി മരിക്കാനിടയായത്. സുപ്രധാന കാര്യമാണ്. ഒരു സ്വന്തം അമ്മ ഒരു ആ കുഞ്ഞിനെ സ്നേഹത്തോടെ താരാട്ടൊക്കെ പാടി ഉറക്കിയ ആ തൊട്ടിലിന്റെ കയറിലാണ് ആ അമ്മ നൊന്ത് വെച്ച് സ്വന്തം കുഞ്ഞിനെ കെട്ടിത്തൂക്കിയത്. അത് ഒരമ്മ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തണമെങ്കിൽ ആ ഒരു സ്ത്രീ എത്രത്തോളം യാതനകൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. ഇതുപോലുള്ള ഒരുപാട് കേസ് ഇപ്പൊ വരുന്നുണ്ട്. നമുക്ക് തന്നെ അറിയാം. ഇപ്പോ കോട്ടയത്താണെങ്കിലും അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഇതിന് മുന്നേ ആണെങ്കിലും ഉത്തര, അതേപോലെ ഒരുപാട് ഉദാഹരണങ്ങൾ ഉത്തര, അതേപോലെ ഒരുപാട് കേസുകൾ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കേസുകൾക്ക് ഇപ്പോൾ ഇവിടെ ഒരു പഞ്ഞവും ഇല്ല. എന്നാൽ ഇതിനുമായിട്ട് ബന്ധപ്പെട്ട നല്ലൊരു നീതിയോ കാര്യങ്ങളോ ലഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനെതിരെ എന്താണ് കൃത്യമായി നടപടി എടുക്കേണ്ടതെന്ന് നന്നായിട്ട് ആലോചിച്ച് ചിന്തിച്ച് നല്ലൊരു കൃത്യമായിട്ടുള്ള ഒരു നടപടി എടുക്കണം. കാരണം ഇതുപോലുള്ള കേസുകൾ ഒരുപാട് വരുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ ഇപ്പൊ തന്നെ ഈ ഒരു അമ്മയുടെ വിഷമം കഴിഞ്ഞ ദിവസം തൊട്ടേ നമ്മൾ ഏതൊരു സമൂഹ മാധ്യമം തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു അമ്മയുടെ വിഷമമാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതും ഈ വിഭജികയുടെ സ്വന്തം മാതാവും കുടുംബക്കാരും ഇത് അറിയുന്നത് ഒരു സാമൂഹ്യ മാധ്യമ പോസ്റ്റിലൂടെയാണ്. ഈ ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ തന്നെ വിഭജിക ഈ ഒരു ആത്മഹത്യാക്കുറിപ്പ് തന്റെ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചിരുന്നു. അത് കണ്ടിട്ടാണ് ബന്ധുക്കൾ പോലും ഇത് അറിയുന്നത്. അപ്പോൾ അമ്മ കരഞ്ഞു പറയുന്ന ഒരു കാര്യം എന്തുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞില്ല എന്നൊക്കെയാണ്. അതെ, തീർച്ചയായിട്ടും. നമ്മളിപ്പോ കല്യാണം കഴിപ്പിച്ചു വിട്ടു, അല്ലെങ്കിൽ ഒരു നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ കല്യാണം കഴിപ്പിച്ച് ഇറക്കി വിട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിപ്പിച്ചു വിട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ബാധ്യതകളും തീർന്നു എന്ന് വിചാരിക്കുന്ന ചില അച്ഛനമ്മമാരുണ്ട്. ഞാൻ ഒരിക്കലും ഈ ഒരു കാര്യത്തെ അതിനോട് ബന്ധിപ്പിക്കുകയല്ല, അല്ലാതെ തന്നെ പറയാണ്. ഒരുപാട് തരത്തിലുള്ള മാതാപിതാക്കളുണ്ട് ആ ഒരു രീതിയിൽ. അതൊരിക്കലും എന്താ ഈ ഇറങ്ങിപ്പോകുന്ന വീട്ടിലാണോ ഒരു ബാധ്യത, അല്ലെങ്കിൽ കയറി ചെല്ലുന്ന വീട്ടിലാണോ ബാധ്യത എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട് ഈ സമൂഹത്തിൽ. അപ്പൊ അങ്ങനെ കരയരുത്. പിന്നെ അതിനുശേഷം ആ കുട്ടിക്ക് ഒട്ടും പറ്റുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാലും ഒരിക്കലും വന്ന് തന്റെ മാതാപിതാക്കളോടൊന്നും പറയേണ്ട ഒരു മാനസികാവസ്ഥ ഉണ്ടാവില്ല. സഹിക്കണം. വിവാഹ ജീവിതമാണെങ്കിൽ ഇങ്ങനെയൊക്കെയാണ്. ഇതൊക്കെ കാണുന്നതാണ് കേരളത്തിലെ സ്ത്രീകൾ വിവാഹം തന്നെ വേണ്ട എന്ന് പറയുന്ന ഒരു അഭിപ്രായത്തിലേക്ക് എത്തുന്നത്. ഇപ്പൊ 100 സ്ത്രീകളിൽ അവർക്ക് കിട്ടുന്ന, അല്ലെങ്കിൽ സ്ത്രീകൾ പോട്ടെ 100 കുടുംബ ജീവിതത്തില് അതൊരു സക്സസ് ആവുന്ന, അല്ലെങ്കിൽ നല്ല രീതിക്ക് പോകുന്ന, മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ഫാമിലി അടക്കമുള്ള വളരെ ചുരുക്കം ശതമാനം പേര് മാത്രമേ ഉള്ളൂ ഇന്ന് കേരളത്തിൽ. കാരണം സ്വന്തം വീടുകളിലും ചുറ്റുപാടും ബന്ധുക്കളിലും നമ്മൾ കാണുന്നത് ഇങ്ങനെ ഒരു അന്തരീക്ഷമാണ്. തനിക്ക് വേണ്ട എന്നൊരു സ്ത്രീ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെയുള്ള അപകടങ്ങൾ, ഇങ്ങനെയുള്ള സംഭവങ്ങൾ കാരണമാണ്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു തരത്തിലുള്ള അനുഭവങ്ങളോ അല്ലെങ്കിൽ വിഷമങ്ങളോ അനുഭവിക്കുന്ന ആരും തന്നെ ആയിക്കോട്ടെ, നമ്മളെ ഫാമിലിയുടെ അടുത്ത് സംസാരിക്കുക. നമ്മളിപ്പോ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ആയിരിക്കും സ്ഥിതി ഉണ്ടാവുക. അവസാനം അവരറിഞ്ഞ് അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പോകും. പിന്നൊരു കാര്യം, നമ്മൾ സഹിച്ചു നിൽക്കേണ്ട ഒരു കാര്യമില്ല. കൂടാതെ ഈ കുട്ടി ഷാർജയിലെ HR മാനേജർ ആയിരുന്നു. നമുക്ക് സ്വന്തമായ ഒരു വരുമാനം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് അവിടെ നിന്ന് ഇറങ്ങിപ്പോരാനുള്ള ധൈര്യം ഓരോ പെൺകുട്ടികളും കാണിക്കേണ്ടതുണ്ട്. ഒരു ഈ പറഞ്ഞ ധൈര്യം, ആ ധൈര്യക്കുറവ് തന്നെയാണ് ഇതിലേക്ക് നയിക്കുന്നതും. ഇനി ധൈര്യക്കുറവ് അല്ലെങ്കിൽ എന്നുള്ള ഒരു മെന്റാലിറ്റി, നമ്മളൊരു മൈൻഡിന്റെ ഒരു കപ്പാസിറ്റിയാണ് ഇവിടെ പറയേണ്ട കാര്യം. അങ്ങനെ ഒരു വിഷമത്തിലേക്ക് പോകുമ്പോൾ മെന്റലി നമ്മൾ ഭയങ്കര ഒത്തിരി ഡൗൺ ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു മെന്റാലിറ്റി നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കണം. പിന്നെ കേരളത്തിലെ പുരുഷന്മാരോടും പറയാനുള്ളത്,
ഇങ്ങനെയുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി നിങ്ങൾ വിവാഹം കഴിക്കരുത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതെ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും. വേണ്ടത് ഒരു ജീവിത പങ്കാളിയാണ്, അല്ലാതെ പണം കായ്ക്കുന്ന ഒരു മരത്തെ അല്ല. പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ചെറിയൊരു വഴക്കായിരിക്കും, എന്നാൽ അതിലൊരു ഈഗോ ക്ലാഷ് ഒക്കെ വന്ന് ഒരുപാട് വലിയൊരു ചിന്തകളിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുക. നമ്മളിപ്പോൾ പറയും എൻ്റെ വീട്ടിലും പെങ്ങളുണ്ട്, സോ എനിക്കൊരു കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ അത് മനസ്സിലാവും, അങ്ങനെ പറയുന്ന ഒരുപാട് പേരുണ്ടാവും. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല, അതൊക്കെ വെറും വാക്കുകൾ മാത്രമാണ്. അവിടെയൊന്നും യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലുള്ള ആൾക്കാർ പുറമേ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നന്നായിരിക്കണം, എന്നാൽ നമ്മളെ വീട്ടിലോട്ട് കയറി വരുന്നവർ അവര് എങ്ങനെയായാലും വലിയ പ്രശ്നമില്ല എന്നുള്ള രീതിക്കാണ് പലരും മുന്നോട്ട് വന്നത്. ഈ പറയുന്ന വ്യക്തിക്ക് പോലും ഒരു പെങ്ങളുണ്ട് അവിടെ, ആ പെങ്ങളെ പോലുമാണ് ഈ മരിച്ചുപോയ വ്യക്തി കുറ്റം പറഞ്ഞിരിക്കുന്നത്. അവർ അത്രയും അനുഭവിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ ഒരു അനുഭവം അതായിരിക്കാം. അതേപോലെ തന്നെ ഈ ഭർത്താക്കന്മാർക്ക് സ്വന്തമായ ഒരു പെങ്ങളുണ്ടല്ലോ, അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളെ പെങ്ങളെ പോലെ മറ്റൊരു ആണിന്റെ പെങ്ങൾ തന്നെയാണ് നിങ്ങളുടെ വീട്ടിലേക്ക് കയറി വരുന്നത്. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ആ കുട്ടിക്ക് എല്ലാ സൗകര്യങ്ങളും സ്നേഹവും സുരക്ഷയും ഉറപ്പാക്കേണ്ടത് എന്നത്. ഇൻഡിപെൻഡന്റ് ആയിട്ട് കഴിയുന്ന സ്ത്രീകൾ ഇപ്പോൾ ഒരുപാട് വർദ്ധിച്ചു വരുന്നുണ്ട്. വിവാഹത്തെക്കാൾ ഒരു ഫ്രീഡം എന്ന് പറയുന്നത് ഫിനാൻഷ്യലി ഉള്ള ഒരു ഫ്രീഡം ആണ് ഇപ്പോൾ ഒരുപാട് സ്ത്രീകൾ ആഗ്രഹിക്കുന്നത്. കാരണം അതിലാണ് കാര്യം, അല്ലാതെ നമ്മൾ മാരേജ് ഒരിക്കലും വേണ്ടെന്നല്ല. അങ്ങനെ ഒരു സമൂഹമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ആ വരുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളും ഇതുപോലുള്ള കേസുകളും ഇതുപോലുള്ള അനുഭവങ്ങളും ഇതുപോലുള്ള ഓരോരോ ആൾക്കാർ വന്ന് പറയുന്ന കാര്യങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആണ് ഒരുപാട് ആൾക്കാർ. സോ അവരൊക്കെ സമൂഹത്തിൽ വന്ന് സംസാരിക്കുന്നത് അവരുടെ അനുഭവങ്ങളാണ്. അത് പറയുമ്പോൾ ഓൾറെഡി നമ്മളിപ്പോൾ കല്യാണം കഴിക്കണം എന്ന് വിചാരിക്കുന്നവർ പോലും ഒരിത്തിരി പുറകോട്ട് വരും. കാര്യം എന്താ, ഇങ്ങനെയുള്ള അനുഭവങ്ങളാണ് മുന്നോട്ട് ഉണ്ടാവുക എന്നുള്ളൊരു ചിന്ത മുളയ്ക്കുന്നുണ്ട് ഒരുപാട് പേർക്ക്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഒന്നിക്കൽ ഒരു കൗൺസിലിംഗ് സെക്ഷൻ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റിയ ഒരു ഫാമിലി നമ്മൾ ഒന്ന് എടുക്കണം. അത് ഉരുത്തിരിഞ്ഞ് വരണം. നമുക്ക് എന്തും തുറന്നു പറയാം, നമ്മളെ ഫാമിലിയിൽ നമുക്ക് പറയാം, നമ്മളെ മാതാപിതാക്കളോട് സംസാരിക്കാം, നമ്മളെ ഏട്ടൻ്റെ അടുത്ത് സംസാരിക്കാം, നമ്മളെ അനിയൻ്റെ അടുത്ത് സംസാരിക്കാം. അങ്ങനെ ഒരു തോന്നലിലേക്ക് നമ്മളെ ഫാമിലി വളരണം, എല്ലാ ഫാമിലിയും വളരണം. കാരണം പെൺകുട്ടികളെന്ന് മാത്രമല്ല ആൺകുട്ടികൾക്ക് പോലും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാം, ആത്മഹത്യയിലേക്ക് നയിച്ചേക്കാം. അപ്പൊ അതൊക്കെ കാണാം. ഇവിടെ പുരുഷൻ സ്ത്രീ എന്നുള്ളതല്ല, മനുഷ്യൻ മാത്രം കണ്ടാൽ മതി. അപ്പൊ ഇതുപോലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണമെങ്കിൽ നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങണം. ആദ്യം നമ്മളെ കുടുംബങ്ങളിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ ആ മകൾക്ക് വന്ന് പറയാനും ആ കുടുംബം കൂടെ നിൽക്കുമെന്നൊരു ഉറപ്പ് ആ കുടുംബത്തിന് നൽകാൻ കഴിയണം. എങ്കിൽ മാത്രമേ മക്കൾ ഇങ്ങനെ മറ്റൊരു വീട്ടിലേക്ക് വിവാഹം കഴിപ്പിച്ചുവിടാൻ ശ്രമിക്കാവൂ. അത് മാത്രമല്ല, നമ്മളിപ്പോ പറഞ്ഞു വീട്ടുകാരുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമില്ലാന്ന്. ഇപ്പൊ കല്യാണം ഡിവോഴ്സ് ചെയ്ത് അത് വേണ്ടാന്ന് അദ്ദേഹത്തെ ഭർത്താവിന് വേണ്ടാന്ന് വെച്ച് വന്നു കഴിഞ്ഞാലും സമൂഹം നോക്കുന്ന ഒരു നോട്ടമുണ്ട്. അതും ഒരു പ്രശ്നമാണ്. അത് നന്നായിട്ട് നമ്മൾ സമൂഹത്തെ നമ്മൾ പറയുമ്പോൾ ഇതും കൂടെ പറയണം. നമ്മളിപ്പോൾ പറഞ്ഞു പാരന്റ്സ് ഒക്കെ സംബന്ധിച്ച് മാതാപിതാക്കൾക്ക് ഓക്കെയാണ്, അവർ വളരെ ഫ്രണ്ട്ലി ആയി നിന്ന് കഴിഞ്ഞാൽ വീട്ടുകാർക്ക് മനസ്സിലാവും. നാട്ടുകാരെ ബോധ്യപ്പെടുത്തണമെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ കാര്യം. പക്ഷെ എന്നാൽ പോലും സമൂഹത്തിൽ അങ്ങനെ ഒരു കണ്ണുകളുള്ള ആൾക്കാരുണ്ട്. എന്തിനാണ് കല്യാണം ഡിവോഴ്സിന്റെ കുറച്ചും കൂടെ പിടിച്ചു നിൽക്കാൻ, എവിടെ പിടിച്ചു നിൽക്കാൻ? എന്നാൽ പിന്നെ മരിച്ചു കഴിഞ്ഞാൽ പറയും ഇവൾ എന്തിനാണ് മരിച്ചത്, അങ്ങനെ ഒരു മരിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ, ഇത്രയും പിടിച്ചു നിൽക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ, ആ കുഞ്ഞിനെയും കൊണ്ട് മരിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? ഇത് പറയാനും ഒരു 100 പേരുണ്ടാവും. പക്ഷേ അതേസമയം ഈ ഡിവോഴ്സി ആയ ഒരാളെ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? സമൂഹം തന്നെ ചിന്തിച്ചു നോക്കണം. ഡിവോഴ്സി ആയിട്ടുള്ള ഒരാളെ നമ്മൾ എങ്ങനെയാ കാണുന്നത്? അവരെ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പിഞ്ചു കുഞ്ഞിനെയും ആ ഒരമ്മ മരണത്തിലേക്ക് തള്ളിവിട്ടു. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്വയം മരണപ്പെടുന്നത്, ആത്മഹത്യ ചെയ്യുന്നത് ആ ഒരു വിവാഹ ജീവിതം അസഹ്യമായതുകൊണ്ട് ഒരു ഒളിച്ചോട്ടം അല്ലെങ്കിൽ അതിനൊരു രക്ഷ നേടുക എന്നത് അങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയതായിരിക്കാം. എന്നാൽ ആ കുഞ്ഞിനെയും ആ ഒരു അമ്മ കൊല്ലണമെന്ന് തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിന് ഭാവിയിലേക്ക് ആ കുടുംബത്തിൽ ജീവിച്ചാൽ ഇതിലും താൻ നേരിട്ടതിലും വലിയൊരു അവസ്ഥ നേരിടുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് ഭയപ്പെട്ടിട്ട് മാത്രമാണ് ആ ഒരു കുഞ്ഞിനെ കൊന്നത് എന്ന് പറയുമ്പോൾ ഒരു സങ്കടകരമാണ്. എന്നിരുന്നാലും അല്ല, കൊന്നതെന്ന് പറയുമ്പോൾ അമ്മ കൊന്നതെന്ന് പറയേണ്ട ആവശ്യമില്ല. മലയാളികൾ ഭർത്താവിന്റെ ആ കുടുംബം തന്നെയാണ്. അവര് കൊന്നു എന്ന് വേണം പറയാൻ. അവരാണ് തെറ്റുകാരെങ്കിൽ അവര് കൊന്നു തന്നെ വേണം പറയാൻ. കാരണം അവരത്രയും അനുഭവിച്ചതുകൊണ്ട് കുഞ്ഞിനെ പോലും തിരിഞ്ഞു നോക്കില്ല എന്നുള്ള റിപ്പോർട്ടുകളടക്കം വന്നിരുന്നു. കുഞ്ഞിനെ ഒന്നും തിരിഞ്ഞു നോക്കാറില്ല, ഇവര് സെപ്പറേറ്റഡ് ആണ് കുറച്ച് മാസങ്ങളായി, ആ രീതിയിലുള്ള ഒരുപാട് വാർത്തകളുണ്ട്. പിന്നെ ആ അമ്മ പറയുന്ന അമ്മയുടെ വിഷമം അത് മാത്രം കേട്ടാൽ മതി. അപ്പോഴും ഒരുപാട് കമന്റ്സിലാണെങ്കിലും ഒരുപാട് വരുന്ന കാര്യം, നിങ്ങൾ എന്തുകൊണ്ട് ഇത് ഇത്രയും കാലമായിട്ട് അറിഞ്ഞില്ല എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ. ഈ പറയുന്നവര് തന്നെ സ്വന്തം വീട്ടില് സ്വന്തം മകളോ പെങ്ങളോ ഇങ്ങനെ വന്ന് പറഞ്ഞാൽ സഹിക്കണം എന്ന് പറഞ്ഞു വിടുന്ന ഒരുതരം കൂട്ടം ആൾക്കാർ തന്നെയാണ് ഇന്നും ഉണ്ട് പറയുന്നുള്ള ചിലവര്. സോ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി പെരുമാറണം. ഇനിയും നമ്മളിപ്പോൾ പറയുന്നോണ്ട് അർത്ഥമില്ല ഇനി ഇങ്ങനെ ഒരു സംഭവം ഇല്ലാതിരിക്കട്ടെ എന്ന് അങ്ങനെ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഉണ്ടാവില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കാരണം അങ്ങനെ ഒരു സമൂഹം ശരിയായി വരണം ഇനി കേരളത്തില്. വരണമെങ്കിൽ ഈ വാർത്ത കാണുന്നതും ഈ കേരളത്തിലുള്ളതും ലോകത്തിലെ ഏതൊരു ആളുകളാണെങ്കിലും സ്വന്തം കുടുംബത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടാകാൻ ഞാൻ സാഹചര്യം ഒരുക്കില്ല എന്ന് ഉറച്ച തീരുമാനം എടുക്കണം.
ഓരോരുത്തരും എങ്കിൽ മാത്രമേ ഇപ്പൊ പാരന്റ്സ് ആണെങ്കിലും മാതാപിതാക്കളാണെങ്കിലും മക്കളെ മനസ്സിലാക്കി മക്കൾക്ക് വേണ്ടത് അത് അവർക്ക് നമ്മളുടെ അടുത്ത് എന്ത് വേണമെങ്കിലും പറയാം. അത് അവർ കല്യാണം കഴിച്ച് പോയി കഴിഞ്ഞു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഇപ്പൊ കല്യാണം കഴിച്ച് പോയി കഴിഞ്ഞാലും നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു സംഭവം കഴിഞ്ഞു കഴിഞ്ഞാലും സംസാരിക്കാം. എന്ത് വിഷമോ അല്ലെങ്കിൽ എന്ത് സന്തോഷമോ നമുക്ക് സന്തോഷം പങ്കുവെക്കുന്നത് പോലെ തന്നെ സങ്കടവും പങ്കുവെക്കാൻ പറ്റണം. അതാണ് നമ്മൾ വിചാരിക്കുന്നത്. വിവാഹം കഴിച്ചു വിടുമ്പോൾ മകൾക്ക് മാതാപിതാക്കൾ ഒരു ഉറപ്പ് നൽകാൻ അവർക്ക് പ്രാപ്തരായിരിക്കണം. അതായത് ആ വീട്ടിൽ പോയാലും തനിക്ക് സഹിക്കാൻ പറ്റാത്ത എന്തുണ്ടെങ്കിലും തിരിച്ചു വരാം, ഇവിടെ നിനക്ക് ഒരു വാതിൽ തുറന്നിട്ടുണ്ട് എന്ന് മാതാപിതാക്കൾ അങ്ങനെ ഒരു വിശ്വാസം ആ കുട്ടിക്ക് നൽകിയാൽ മാത്രമേ ഭാവിയിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നാൽ ആ കുട്ടിക്ക് സന്തോഷത്തോടെ അല്ലെങ്കിൽ ഒരു ഉറപ്പോട് കൂടി സുരക്ഷിക്കാൻ എത്താൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാത്ത പക്ഷം അവർ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളിലേക്ക് പോകും. നമുക്ക് പറയാൻ ആരും ഇല്ല എന്നുള്ള ഒരു ചിന്ത വരും. തീർച്ചയായിട്ടും അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാ മാതാപിതാക്കളും ആലോചിക്കണം. ഇനി ഉണ്ടാവാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ നമുക്ക് വളരെ വിചിത്രമായ ഒരു വാർത്തയാണ്. ഗുഹയിൽ താമസിച്ചിരുന്ന റഷ്യൻ യുവതിയും 2 പെൺമക്കളെയും രക്ഷപ്പെടുത്തി എന്നുള്ളൊരു വാർത്ത. എങ്ങനെയാണ് ഇവര് ഗുഹയിൽ എത്തിയത്? അല്ലെങ്കിൽ 2 വർഷത്തോളം ഗുഹയിൽ താമസിച്ച വളരെ ക്യൂരിയോസിറ്റി നൽകുന്ന ഒരു വാർത്തയാണിത്. ഇതിൽ പ്രധാനപ്പെട്ടായിട്ടൊന്നും പറയുന്നില്ല. അവര് ഗോവയിലായിരുന്നു. ഗോവയിൽ നിന്നാണ് സമാധാനത്തിന്റെ അല്ലെങ്കിൽ ഒരു സന്യാസം പോലെ ഒരു ഇത് സ്വീകരിക്കാൻ വേണ്ടി, സന്യാസം നമുക്ക് പറയാൻ പറ്റില്ല, ആത്മീയത തേടി ഇറങ്ങിയതാണ് ആള്. അപ്പോ ആ പുള്ളിക്കാരിയാണ് നമ്മള് കർണാടകയില് 2 പെൺകുട്ടികളുമായാണ് ഉൾഭവനത്തിലെ ഉൾക്കാടിലെ ഒരു ഗുഹയിലെ താമസിച്ചത്. കർണാടകയിലെ ഗോകർണിയിലുള്ള ഒരു രാമതീർത്ഥ കുന്നിന് മുകളിലാണ് യുവതിയെയും മക്കളെയും കണ്ടെത്തിയത്. കുന്നിന് മുകളിലെ അപകടകരമായ ഒരു നിലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗുഹയിലാണ് ഈ റഷ്യൻ വംശജയായ നീന എന്ന് പറയുന്ന റഷ്യൻ വംശജയും പെൺമക്കളായ പ്രേമയും അമ്മായി എന്നിവരെ താമസിച്ചിരുന്നത്. അപ്പൊ അവരെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. 2024 ജൂലൈയിലൂടെ ഒരു മണ്ണിടിച്ചിലും ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും ഇവര് എങ്ങനെ സർവൈവ് ചെയ്തു എന്നത് ഒരു അതിശയകരമായ ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും അവിടെ അതിന്റെ വനപാലകരും ഒക്കെ കൂടി അതിലൂടെ പോകുമ്പോഴാണ്, അല്ലെങ്കിൽ ആ ഒരു അനക്കം കേട്ടതിനെ തുടർന്നാണ് ഒരു ശ്രദ്ധേയമായിട്ടുള്ള ഇങ്ങനെ ഒരു സംഭവം ശ്രദ്ധിച്ചത്. ആത്മീയത തേടിപ്പോയി എന്നാണ് ഈ സ്ത്രീ പറയുന്നത്. തീർച്ചയായിട്ടും അത് യഥാർത്ഥത്തിൽ അത് തന്നെയാണ് സംഭവിച്ചെങ്കിൽ ഇന്ത്യൻ ഒരു സംസ്കാരം എന്ന് പറയുന്നത് ഒരുപാട് ആ ഒരു വ്യക്തിയെ മനസ്സിൽ കൊണ്ടു നടന്നായിരിക്കും. നല്ല നല്ല സംസ്കാരങ്ങളുണ്ട്. തീർച്ചയായിട്ടും ആ കുഞ്ഞുങ്ങളുടെ ജീവനും കൂടി പരിഗണിക്കണം. തീർച്ചയായിട്ടും പറഞ്ഞു വന്നത് ഇന്ത്യൻ സംസ്കാരത്തെ ഇങ്ങനെ ഉൾക്കൊള്ളുന്നുള്ളതാണ്. അത് യാഥാർത്ഥ്യമാണെങ്കിൽ മാത്രം, അതല്ലെങ്കിൽ അതല്ല, ആണെങ്കിൽ അങ്ങനെ ഒരു സംഭവം കൂടെ അതിൻ്റെ ഉള്ളിലുണ്ടാവും. പക്ഷെ എന്നാലും ഇത്രയും റിസ്കി ആയിട്ട് അവർക്ക് എങ്ങനെ ഇതിനെ മനസ്സിലായി, അല്ലെങ്കിൽ അവർക്ക് ഇത് എങ്ങനെ അവർ സർവൈവ് ചെയ്തു എന്നുള്ളത് വളരെ ഒരു ക്വസ്റ്റ്യൻ ഉയർത്തുന്ന ഒരു സംഭവം തന്നെയാണ്. നമ്മൾ നന്നായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. 2 വർഷത്തോളം അവരെങ്ങനെ, ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ഇനിയും വരേണ്ടിയിരിക്കുന്നു ആ റിപ്പോർട്ടുകൾ. എന്തായാലും ഇതാണ് സംഭവം. ബോധവൽക്കരണം ഒക്കെ ചെയ്ത് കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് അവിടെ ഇങ്ങനെ മലയിടിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞ് അങ്ങനെ ആളെ മാറ്റിയതാണ് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പുറത്തേക്ക്. അപ്പൊ ഇങ്ങനെയുള്ള വാർത്തകളാണ്. പിന്നെ നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു മർഡറാണ് രാധികയുടേത്, അല്ലെ? ചണ്ഡീഗഡില് പിതാവ് മകളെ വെടിവെച്ച് കൊന്നു. കാരണം എന്ന് പറയുന്നത് ഉറപ്പ് വന്നിട്ടില്ല. എന്നാലും റിപ്പോർട്ട് ചെയ്ത വാർത്ത അനുസരിച്ച് മകൾ പിതാവിനേക്കാൾ കൂടുതൽ സമ്പാദിക്കുന്നു എന്നതൊരു സംഭവിച്ചിരിക്കുന്നത്. ഇന്നത്തെ കാലത്ത് എന്ന് പറയുമ്പോൾ ഒരുപാട് പാരന്റ്സ്, എല്ലാവരും നമുക്ക് പറയാൻ പറ്റില്ല, ഒരുപാട് പാരന്റ്സ് ഇതുപോലെ കുറച്ച് ആൾക്കാരെ നമ്മൾ ഒഴിവാക്കിയതേ പറ്റുള്ളൂ. ഒരുപാട് പാരന്റ്സ് ഉള്ളൊരിതാണ്, എന്താ പറയാ, നമുക്ക് അഭിമാനം തോന്നുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ടെന്നീസ് പ്ലെയർ കൂടിയാണ് അതെ ഈ കുട്ടി. എന്നാൽ ആ അഭിമാനം തോന്നുന്ന മാതാപിതാക്കൾക്കിടയിലാണ് ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ. ഇതിന്റെ യഥാർത്ഥ റിപ്പോർട്ട് വരണം, എന്നാലേ നമുക്ക് ശരിയായ ഒരു കാര്യം പറയാൻ പറ്റുള്ളൂ. എന്നാൽ പോലും ഇത് സത്യമാണെങ്കിൽ അത് എത്ര മോശകരമായ കാര്യമാണ്, അല്ലെ? നമ്മുടെ മക്കൾ നമ്മളെക്കാൾ ഉയരാന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷം മറ്റൊരാൾക്ക് ഉണ്ടാവരുത് നമ്മൾ ആഗ്രഹിക്കണം. കാരണം അങ്ങനെയാണ് വേണ്ടത്. മാതാപിതാക്കളെക്കാൾ ഒരു സന്തോഷം ഒരു അവരുടെ മക്കളുടെ കാര്യത്തിൽ ആർക്ക് വരാനാണ്, അല്ലെ? മാതാപിതാക്കള് തന്റെ മക്കൾ തന്നെക്കാൾ വളരുന്നത് കണ്ട് അഭിമാനിക്കുകയാണ് ചെയ്യേണ്ടത്. തന്നെക്കാൾ വളരുന്നു എന്നൊരു പേരിൽ ദുരഭിമാനക്കൊലയിലേക്ക് നീങ്ങരുത് ഒരിക്കലും. തീർച്ചയായിട്ടും അങ്ങനെ ഒരിക്കലും വരരുത്. ഒരു ദുഃഖകരമായ വാർത്തയാണ്. ഇതുപോലെ ഒരുപാട് വാർത്തകളുണ്ട് ഇന്നത്തെ പേപ്പറിൽ. നിങ്ങൾ എത്രത്തോളം ശ്രദ്ധിച്ചു എന്നുള്ളത് അറിയില്ല. ഇതൊക്കെ ശ്രദ്ധയിൽപ്പെടുന്ന വാർത്തകൾ തന്നെയാണ്, അല്ലെ? നമ്മളിപ്പോ പറഞ്ഞ ഒരു 3/4 ഭാഗം വാർത്തകളും ശ്രദ്ധയിൽപ്പെടുന്ന വാർത്തകൾ തന്നെയാണ്. അപ്പൊ ഈ രീതിയിലാണ് കേരളത്തിന്റെ പോക്ക്. ഒരു ഭാഗത്ത് എന്താ പറയാ, വെടിവെച്ചും ശബ്ദവുമാണ് ലോകത്തിന്റെ ഒരു ഭാഗത്തെങ്കിൽ, ഇങ്ങനെ ഒരു ഭാഗത്ത് ഇങ്ങനെയുള്ള കുറെ ന്യൂസുകളും ഉണ്ട്. അപ്പോ പുതിയൊരു നിർണായക വാർത്ത എന്ന് പറയുന്നത് ഗാസയിലെ വെടിനിർത്തലിനെ സംബന്ധിച്ച് ഇസ്രായേൽ നെതന്യാഹുവായിട്ട് നടത്തിയ ചർച്ച പരാജയത്തിലെത്തി. അതായത് പലസ്തീനെ
ചാമ്പലാക്കി അടങ്ങും എന്നാണ് നെതന്യാഹുവിന്റെ വാശി. നമുക്ക് നോക്കാം. ഇതിലൊരു സമാധാന ശ്രമം നടന്നിരുന്നു. പിന്നെ ഖത്തറിൽ US വ്യോമത്താവളത്തിന് നേരെ ഇസ്രായേൽ ഒരു ആക്രമണം നടത്തി. ട്രംപ് പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികാരത്തിൽ വന്നതിന് ശേഷം 100 ദിവസത്തിനുള്ളിലൊക്കെ ഈ ഒരു എല്ലാ ആക്രമണങ്ങളും അവസാനിപ്പിക്കുന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. എന്നാൽ ആക്രമണങ്ങളെല്ലാം തുടങ്ങാനിരിക്കുന്നേ ഉള്ളൂ എന്ന് വേണം നമുക്ക് പറയാൻ, അല്ലെ? റഷ്യൻ യുക്രൈൻ യുദ്ധമാണെങ്കിലും ഇപ്പോൾ ഗാസയും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധമാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധങ്ങൾ അവസാനിക്കുന്നില്ല. അതേപോലെ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധമാണെങ്കിലും ശരി, ഇപ്പൊ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ എന്നുള്ള ഒരു പ്രതീതിയാണ് ലോകത്തുള്ളത്. ഇസ്രായേലാണെങ്കിലും പലസ്തീനാണെങ്കിലും മരിച്ചു വീഴുന്നത് മനുഷ്യന്മാരാണ്. അത് അധികാരികൾ എന്താണ് പരിഗണിക്കാത്തതെന്ന് നമുക്ക് ഗാസയിലുള്ള കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വർഗമാണ് ഇവിടെ ദിവസവും കൺമുന്നിൽ മരിച്ചു വീഴുന്നത്. അപ്പോ അത്തരത്തിലുള്ള ട്രംപിന്റെ ആ വാക്ക് കൊടുത്തത് യഥാർത്ഥത്തിൽ ശരിയാണെങ്കിൽ അല്ലെങ്കിൽ സത്യമാണെങ്കിൽ അത് ശരിയായ രീതിയിൽ മുന്നോട്ട് വരണം. അത് സത്യമാവണം, യാഥാർത്ഥ്യമാവണം എന്നാണ് പറയാനുള്ളത്. അല്ലാതെ നോബൽ സമ്മാനം മാത്രം വെയിറ്റ് ചെയ്തിരുന്നിട്ട് കാര്യമില്ല, അല്ലെ? അതും ഇത് യാഥാർത്ഥ്യത്തിലായാലേ കാര്യമുള്ളൂ. പിഞ്ചു കുഞ്ഞുങ്ങളുടെ ഘാതകന് നോബൽ സമ്മാനം എന്നത് നല്ലൊരു വാർത്ത തന്നെയാണ്. എന്തായാലും ഈ സമാധാന ചർച്ച നല്ലൊരു പര്യവസാനത്തിലേക്ക് എത്തിട്ട് നമുക്ക് ആശിക്കാം. എന്തായാലും യുദ്ധം എന്തുകൊണ്ടും നല്ലതല്ല. എന്തായാലും യുദ്ധങ്ങളൊക്കെ അവസാനിച്ച് സമാധാനപൂർവമായ ഒരു ലോകം തീർച്ചയായിട്ടും പ്രത്യാശിക്കാം, അല്ലെ? അതുകൊണ്ട് നമുക്ക് ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാന വാർത്തകൾ. നമുക്ക് പത്രത്തിൽ നമുക്ക് നോക്കുമ്പോൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തകൾ ഇതൊക്കെയാണ്. നമുക്ക് അങ്ങനെ ഒരുപാട് വാർത്തകളായിട്ട് നമുക്ക് നാളെ കാണാം. എന്തായാലും ഇതേ സമയം വീണ്ടും കാണാം. കേട്ട പ്രേക്ഷകർക്ക് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും ഓരോ വാർത്തയെ പറ്റി നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. നമുക്ക് വീണ്ടും കുറെ വാർത്തകളുമായിട്ട് സന്തോഷവും സങ്കടങ്ങളും ഒക്കെ നിറഞ്ഞ ഒരുപാട് വാർത്തകളും അതിനൊത്ത പരിഹാരങ്ങൾ പോലെ നമുക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടി നമുക്ക് നാളെ കാണാം. എന്തായാലും നല്ലൊരു ദിവസം പ്രത്യാശിക്കാം.